തീ അണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ആശ്വാസം നൽകുന്ന കാര്യം. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ പൊള്ളലേറ്റ ആളുകളുടെ നില എത്ര എന്നുള്ളത് പ്രശ്നമാണ്. 21 പേരാണ് ഇപ്പോൾ LNJP ആശുപത്രിയിലുള്ളത്. ഇനി എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ആ അപകടത്തിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിലാണ് സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് തീ മറ്റ് കാറുകളിലേക്കും മറ്റു വാഹനങ്ങളിലേക്കും ഓട്ടോറിക്ഷകളിലേക്കും അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷകളിലേക്കും ഒക്കെ പടരുകയായിരുന്നു. 6 കാറുകളും 4 ബൈക്കുകളും 4 ഇ റിക്ഷകളും തീപിടുത്തത്തിൽ നശിച്ചു എന്നാണ്, തീപിടുത്തത്തിൽ അഗ്നിക്കിരയായി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 9 പേർ മരിച്ചു, 14 പേർക്ക് പരുക്ക്. ഇപ്പോഴും ഈ ടെറർ ആംഗിൾ, അതായത് ഭീകരാക്രമണമാണോ എന്ന കാര്യം റൂൾ ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 6 കാറുകൾ, 4 ബൈക്കുകൾ, 4 ഇ റിക്ഷകൾ, ഇത്രയും വാഹനങ്ങൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ബസന്ത വിവരങ്ങളുമായി ബസന്ത, സംഭവ സ്ഥലത്ത് ഉണ്ടല്ലോ. CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന സൂചന വരുന്നുണ്ട്. അതേസമയം തന്നെ ടെറർ ആംഗിൾ ഭീകരാക്രമണമാണോ എന്ന കാര്യം തള്ളിക്കളഞ്ഞിട്ടുമില്ല ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? അഭിലാഷ, ഇപ്പോൾ റെഡ് ഫോർട്ടിൽ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഫയർ സർവീസ് അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബാക്കി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മേഖല, അതായത് സ്ഫോടനം നടന്ന മേഖല ഡൽഹി പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ കാണാം പോലീസ് ഫയർ സർവീസിന്റെ വലിയ 7ഓളം ഫയർ സർവീസുകാർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് സമീപമാണ് ഇപ്പോൾ ഡൽഹി റെഡ് ഫോർട്ടിന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി യൂണിറ്റുകൾ ഫയർ സർവീസിന്റെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ പരിക്കേറ്റവരെ ഇപ്പോൾ തന്നെ LNJP ആശുപത്രിയിലേക്ക് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പോലീസ് അടക്കമുള്ളവർ അവരുടെ മൊഴികൾ എടുക്കുന്നുണ്ട്. സംഭവം ഉണ്ടായ സംബന്ധിച്ചിട്ടുള്ള എന്താണ് ഉണ്ടായത് എന്നുള്ള സംഭവത്തിൽ അവർ കൃത്യമായ വിവരം തേടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഫയർ സർവീസ് അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നുണ്ട്. ഒരു മരണം സ്ഥിരീകരിച്ചു. ഒരു കാറിന്റെ സ്ഫോടനം മറ്റ് കാറുകളിലേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിക്കുന്നത്. നിരവധി ഓട്ടോറിക്ഷകൾ അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കത്തിയ വാഹനം, അതായത് ഒരു കാറ് ഏതാണ്, ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ മരിച്ച വ്യക്തിയുടെ വിവരങ്ങളും പോലീസ് തേടുന്നുണ്ട്. മറ്റു വിവരങ്ങൾ, അതായത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. കാരണം ഇന്ന് രാവിലെയാണ് RDXുമായി ബന്ധപ്പെട്ടുള്ള ഹരിയാന പോലീസും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത അന്വേഷണം നടന്നിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണോ ഈ സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇതുമായി ഇതിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. ഏതായാലും ഈ ഏരിയ മുഴുക്കെ ഇപ്പോൾ പോലീസ് കോർഡൺ ഓഫ് ചെയ്തിരിക്കുന്നു. അവരുടെ സുരക്ഷാ വലയത്തിലാണ്. മാധ്യമപ്രവർത്തകരെയും ആ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. മറ്റ് സ്പോട്ടിലെ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. കഴിഞ്ഞ 3 ദിവസമായി ഭീകരതയ്ക്കെതിരെ, ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള രാജ്യത്താകമാനമുള്ള നടപടികൾ ഇന്ന് രാവിലെ ഡൽഹിക്ക് സമീപമുള്ള ഫരീദാബാദിലും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.